ഇപ്പോഴും ആൾക്കാര് വണ്ണാത്തിന്ന് തന്നെയാണ് വിളിക്കണേ. ആ ടാഗ് ലൈനിലാണ് ഇപ്പോഴും നമ്മൾ അറിയണത്. ചിലര് വണ്ണാത്തിനെ ഒരു മണ്ണാത്തിന്ന് വിളിക്കും. വണ്ണാത്തി നമ്മളെല്ലാരും സ്കൂൾ കഴിഞ്ഞ് വന്ന് എനിക്ക് ഓർമ്മയുണ്ട് 4-5 മണിയാകുമ്പോ വരുമ്പോ അത് വേറെ കുറെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ ഒരുപാട് ആൽബംസ് ഉണ്ട്. അപ്പൊ അതൊരു വേറൊരു ഫീലാണ്. ഒരു മഴയും ചായയൊക്കെ ആയിട്ട് ഈ പാട്ട് കേൾക്കാന്ന് പറയുമ്പോ പാട്ടിറങ്ങിയ സമയത്താണ് ഒരു വലിയൊരു കാട്, എത്രയും വലിയൊരു കാട്. ഒരു പയ്യൻ, എനിക്ക് തോന്നുന്നു ഞാൻ ട്യൂഷന് പോണ സമയത്ത് ഒരു ആള് ചെരുപ്പൊന്നും ഇടാതെ ബസ്സും കയറി എന്നെ ഫോളോ ചെയ്ത് നമ്മുടെ വീട് വരെ എത്തി. അവസാനം നമ്മുടെ വീട്ടിലേക്ക് വരാൻ ധൈര്യമില്ലാത്ത കാരണം അപ്പുറത്തെ വീട്ടിൽ പോയി കാട് പിടിച്ചു. അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി പ്രായത്തിൽ ഞാൻ ചേച്ചി കാട് കിട്ടിയ എൻ്റെ പേടിയിൽ ആളുടെ ഹസ്ബൻഡൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഇല്ലത് ആ വീട്ടിലത്തെ കുട്ടിക്ക് കൊടുക്കാളെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കാട്, അതിൻ്റെ ഉള്ളിൽ റോസാപ്പൂ വെച്ചിട്ട് ഈ ജന്മം നിനക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞു. ഇതൊരു ഗ്ലാസ് ചലഞ്ചാണ്. നമ്മളിവിടെ ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെക്കും, എന്നിട്ട് കണ്ണ് കിട്ടും. അപ്പൊ ക്രിസ് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നേക്കാം. ഒരിക്കലല്ലോ കോൺസെർട്ട് മറ്റേ നാഗവല്ലി മനോന്മണി. ഹായ് സുന്ദരി. കറക്റ്റ് ഇടണം. ഇത്രയും ഒരു തരൂ നോക്കട്ടെ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഒരു ആൽബം ചെയ്തു, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിനുശേഷം സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആഡ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ആൽബത്തിലെ ആ നൊസ്റ്റാൾജിക് ഗേൾ ആയിട്ടാണ് ഇപ്പോഴും നമ്മളെല്ലാവരും വിളിക്കുന്നത്. നമ്മളെല്ലാവരും ഇദ്ദേഹത്തിനെ കാണുമ്പോൾ പറയുന്നതും ആ ഒരു പേരിലാണ്. സോ ലെറ്റ് മി വെൽക്കം സൗമ്യ. ഹലോ, വെൽക്കം. താങ്ക് യു. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആക്ച്വലി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആ ഒരു പേരിലാണ് ഇപ്പോഴും ആളുകൾ അറിയുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ആയിക്കോട്ടെ. വണ്ണാത്തി പുള്ളിനു ദൂരെ പെണ്ണി നിന്ന് കവിത ചൊല്ലും നിൻ കണ്ണിൽ കടലുറങ്ങും വ്യഥ എന്താണ് കാണുമ്പോൾ അത് നൊസ്റ്റാളജി തന്നെയാണ്. അത് എത്രയും വർഷം കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ മൂവീസ് ചെയ്താലും ഇപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോൾ വണ്ണാത്തിന്നാണ് വിളിക്കണത്. പക്ഷെ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അന്ന് നമ്മൾ ഈ ആൽബം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ആ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അതെ, ഈ പറഞ്ഞ ഡ്യൂ ഡ്രോപ്സും മിസ്റ്റും സ്കൂളിൽ നിന്ന് വരിക, നമ്മള് ടിവിയിൽ പ്ലേ ചെയ്യാം കൈരളി. അപ്പൊ നമ്മൾ ഫോൺ വിളിച്ച് ഡയൽ ചെയ്തിട്ടാണല്ലോ സോങ്സ് കേൾക്കുക. പക്ഷെ അന്ന് അത്രയും സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്ത് ഇപ്പോഴത് പക്ഷേ വീണ്ടും കുറെ പേര് റീൽസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിൽ എന്നെ ടാഗ് ചെയ്ത റീൽസ് കണ്ടു. അപ്പൊ ഭയങ്കര സന്തോഷം. ഇതിലൊരു ലിറിക്സ് ഉണ്ടല്ലോ, എന്താ കാലമേറെ പോയി പറഞ്ഞാലും അതേപോലെ തന്നെയാണ്. എത്ര നാള് കഴിഞ്ഞാലും ആൾക്കാർ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. ഈ എങ്ങനെയായിരുന്നു ഇതിലേക്കൊരു സ്റ്റാർട്ടിങ്? ഭയങ്കര ചെറുതായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ഞാൻ വെക്കേഷന് വന്ന സമയത്താണ് ഉദയേട്ടൻ വാട്ടർമാൻ, അന്ന് ആൽബംസിന്റെ ഹിറ്റ് മേക്കറാണ് ഉദയേട്ടൻ. സുന്ദരിവാക്കും പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ഫോട്ടോ, എനിക്ക് ആക്ടിങ് ഭയങ്കര ചെറുപ്പം മുതലുള്ള ഇതായ കാരണം ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ അപ്ലൈ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ചേട്ടൻ വന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് തിരിച്ചു പോകേണ്ട, പരീക്ഷ കാരണം തിരിച്ചു പോകേണ്ട ഒരു അവസരം ഉണ്ട്. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ട്രാവൽ ചെയ്യണം, എനിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പാട്ട് തരാം, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ, ഓക്കെ, നാളെ രാവിലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷെ എൻ്റെ ചേച്ചി കുറച്ച് ആൾ സിംഗറാണ്. അപ്പോൾ സിംഗർ എന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ടല്ല, ബട്ട് ആൾക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആള് രാത്രി ഇങ്ങനെ പ്ലേ ചെയ്തപ്പോൾ എത്രയോ ജന്മമായെന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിറിക്സ് ഉണ്ട്. അതാണ് ഇപ്പോഴും എല്ലാവരുടെ ഫേവറേറ്റ് ലിറിക്സ്. അതാൾ കേട്ടിട്ട് ആൾ പറഞ്ഞു നീ ചെയ്യേ, ഇതെന്തായാലും ഹിറ്റാവണ പാട്ടാണ്. രാത്രി ഫുൾ വീട്ടിൽ ഞങ്ങളിത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലേ ചെയ്ത് സെക്കൻഡ് ടൈം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും പാടി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പരീക്ഷ പോണെങ്കിൽ പോട്ടെ, അത് വീണ്ടും എഴുതാമല്ലോ, ഓപ്പർച്യൂണിറ്റി കളയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ്
അങ്ങനെ. പക്ഷെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടമായി. നഷ്ടമായേനെ. തീർച്ചയായിട്ടും. ഈ ചെയ്ത് അതായത് തലേദിവസം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്തു അത് ഫസ്റ്റ് ടൈം ആയിരുന്നു ആക്ട് ചെയ്യുന്നത്? ആൽബം ഫസ്റ്റ് ടൈം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഡിവോഷൻ ആൽബംസും ആ ടൈമിൽ ആൽബത്തിന്റെ ഒരു ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിരുന്നല്ലോ. അതിനുശേഷം ഒരു 4-5 ആൽബംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൽബംസിൽ ഇതാണ് ഫസ്റ്റ് ചെയ്തത്. അതാണോ ഫസ്റ്റ് ഒരു ആക്ടിങ് എക്സ്പീരിയൻസ്? അല്ല, അതിന് മുമ്പ് ഞാൻ ദുബായിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടിയും ചെറുപ്പമായി ഡ്രാമാസ് അങ്ങനത്തെ ഒക്കെ, സ്കൂൾ ഡ്രാമ, പിന്നെ അതല്ലാതെ അവിടെ ഒരു സീരീസ് പോലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നിട്ടുള്ള ചെയ്യുന്ന ഫസ്റ്റ്. അതിന്റെ ഇടയിൽ ഞാൻ 1-2 ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആൽബംസിൽ ഫസ്റ്റ് വണ്ണാത്തിയാണ്. പക്ഷെ അത് ആ ഒരു സമയത്ത് ഇപ്പം ചേച്ചി പറഞ്ഞു ഹിറ്റ് ആവുന്നു, പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിലൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് ഇത്രയ്ക്കും അങ്ങ് സുന്ദരിവ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ തന്നെയല്ലേ കേൾക്കണം. അപ്പൊ ഉദയേട്ടന്റെ വർക്ക് എന്തായാലും ക്വാളിറ്റി വർക്ക് ആയിരിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം അല്ലേ ഒരു ആൽബം ചെയ്യാണ്. നമ്മൾ ജസ്റ്റ് 2 ഡേ ഷൂട്ട് പോകുന്നു. തൃശ്ശൂർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു. നമ്മൾ നോർമൽ ഫൺ പോലെ എടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് റിലീസായപ്പോഴാണ് ഈ ചാനലിൽ വന്നു തുടങ്ങിയപ്പോൾ നമ്പർ 1 ട്രെൻഡിങ് ആയിട്ട് മാറി. പിന്നെ നമ്മൾ ബസ്സിൽ പോകുമ്പോഴും പാട്ട് കേൾക്കുക, ഈ നമ്മൾ ജുവലറി ഷോപ്പ്, കല്യാൺ സിൽക്സ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇവർ നമ്മളെ കാണുമ്പോൾ പ്ലേ ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം അത്രയും ഇപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോ ഞാൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ പ്ലേ ചെയ്യും. അപ്പൊ നമുക്ക് സന്തോഷമാവുമല്ലോ നമ്മൾ ചെയ്തൊരു വർക്ക്. അപ്പൊ ഞാൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ കയറുമ്പോ അവര് ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യും. അപ്പൊ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല വർക്കായിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇത്രയും വർഷം ശേഷം ആ പാട്ട് ഇപ്പോഴും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇതിന്റെ കമന്റ് സെക്ഷൻ ഇപ്പോൾ നമ്മൾ ഈ പാട്ടിന്റെ യൂട്യൂബിലെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും ഇപ്പോഴും ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. പണ്ട് ഡ്യൂ ഡ്രോപ്സിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഈ 2020 കാണുന്ന ആൾക്കാരുണ്ടോ, 2023 കാണുന്ന ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആക്റ്റീവ് ആണ് ഈ സോങ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും ആൾക്കാർ അത് ട്രെൻഡ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയ കുട്ടികളൊക്കെ ഇത് റീഷെയർ ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു നമുക്ക് ചിലപ്പോൾ അറിയില്ല, ഞാൻ മേ ബി കാരണം ഈ വർഷം ഐ തിങ്ക് സോങ് എടുത്തിട്ട് ഐ തിങ്ക് ഒരു 20 years ആയെന്ന് തോന്നുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, 20 something years. അപ്പോൾ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഡയറക്ടറോട് അവരോടൊക്കെ ചോദിച്ച് പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു കോൺടെസ്റ്റ് പോലൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക്. കാരണം കുറേ പേര് നമ്മൾ പോലും അറിയാതെ റീൽസ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്നെ ടാഗ് ചെയ്ത്. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ട്രെൻഡിങ് ആയതുകൊണ്ട് സന്തോഷം. ഓക്കെ. ഈ ആൽബം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര ടേക്ക് പോയതോ? ടേക്ക് അങ്ങനെ ടേക്കൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അന്ന് അത്ര സീരിയസ് ആയിട്ട് ആക്ടിങ് ഇതാണ് അങ്ങനെ ആക്ടിങ് പാഷനാണ്. ചെറുപ്പം മുതലേ എനിക്കൊരു 3 വയസ്സായപ്പോൾ തന്നെ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആക്ട്രസ് ആവണം. എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്തതെന്ന് അറിയില്ല, കാരണം ഫാമിലിയിൽ ആരും ആക്ടേഴ്സ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്തോ പിന്നെ ഈ നാന എല്ലാം വീക്കെൻഡ് ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ട് നാന മേടിക്കും, അത് നോക്കി റീക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അന്നേ മുതൽ ക്രേസ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് വെച്ചാൽ നല്ലൊരു 2 ദിവസത്തെ ഷൂട്ട് ഉണ്ടായുള്ളൂ. അതിലിടയിലുള്ള എത്രയോ ജന്മ ചെറിയ ബീച്ചിൽ എന്തോ പോയിട്ട് എടുത്തേ. ചെറിയ ബീച്ചിൽ കോ ആക്ടർ ആയാലും ഇപ്പോൾ സിനോജ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പോൾ പ്രൊഡ്യൂസറാണ്. അപ്പം ആളും ആയാലും എല്ലാവരും നല്ലൊരു ഫാമിലി പോലെ എടുത്ത മൂവിയാണ്. ഇതെങ്ങനെയാ നമ്മൾ 3 വയസ്സിൽ ഈ ഒരു സാധനം നമ്മൾക്ക് തോന്നുക, ആക്ടിങ്ങിനോട് ഇഷ്ടം തോന്നുക? എനിക്ക് ഡാൻസിലൂടെയാണ് എനിക്കൊരു ആക്ടിങ്ങിൻ്റെ ഒരു ഇത് ഇഷ്ടം വന്നത്. കാരണം ഞാൻ 3 years കഴിഞ്ഞപ്പോൾ തന്നെ ഡാൻസ് കളിക്കായിരുന്നു. എന്നുവെച്ചാൽ പാട്ട് വയ്ക്കുമ്പോൾ ഡാൻസ് അങ്ങനെ കളിച്ചപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ പോയി അപ്പോഴത്തെ ലേറ്റസ്റ്റ് സോങ്സ് കളിക്കും. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തു ഡാൻസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു തുടങ്ങി. 4-5 years ക്ലാസിക്കൽ പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ പിന്നെ ഈ ഡാൻസ് പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എക്സ്പ്രഷൻസ് ആണല്ലോ, ലൈക്ക് എസ്പെഷ്യലി ക്ലാസിക്കലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റോറീസ് നമ്മൾ നറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അഭിനയിക്കാനുള്ളൊരു ഇത് വരും. പിന്നെ അങ്ങനെ പതുക്കെ പിന്നെ മഞ്ജു ചേച്ചിയും എല്ലാ ഡാൻസ് കാണുമ്പോൾ നമ്മൾ പറയും ഡാൻസിലൂടെയാണ് നമുക്ക് സിനിമയിലെത്താൻ പറ്റാന്നുള്ളത്. കാരണം അന്ന് മഞ്ജു ചേച്ചി ആയാലും നവ്യ ചേച്ചിയൊക്കെ ആണെങ്കിലും കലാതിലക ആയതിനു ശേഷമാണല്ലോ സിനിമയിലേക്ക് വരിക. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കലാതിലകം വേണം, കലാതിലകം കിട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് UAE ഞാൻ കലാതിലകമായിരുന്നു. ഒരു 5 years ഞാൻ കലാതിലകമായിരുന്നു UAE. അപ്പോൾ
അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് 10th കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8th കഴിഞ്ഞാൽ നാട്ടിൽ പോകണം, എനിക്ക് ആക്ടിങ് ചെയ്യണം. അപ്പം എനിക്ക് അന്ന് നവ്യ നായരും അവർ ആ ഒരു പീരീഡിൽ നവ്യ ചേച്ചിയൊക്കെ ഡാൻസ് കഴിഞ്ഞ് കലാതിലക ഇപ്പോൾ ചാക്കോച്ചൻ്റെ ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. അപ്പം എൻ്റെ മനസ്സിൽ അത് ഫിക്സ് ചെയ്തു, ഞാനൊരു ആക്ട്രസ് ആവും. അപ്പം ആ ഒരു ഡ്രീം എങ്ങനെയാ വന്നതെന്ന് അറിയില്ല, ബട്ട് ചെറുപ്പം മുതലുണ്ട്. എനിക്ക് തോന്നുന്നു മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ഒരു പവർ ആയിരിക്കും. അതെ അതെ, മാനിഫെസ്റ്റേഷൻ്റെ പവറായിരിക്കും. കാരണം ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഇതുപോലെ ഫിലിംസിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ പഠിത്തം അങ്ങനെ ഒന്നും വലിയ ഇതില്ല. ലൈക്ക് ലക്കിലി പഠിത്തത്തിൽ നല്ല സ്കോർ ഉണ്ട്, പക്ഷെ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഫിലിം ചെയ്യുക, ഡാൻസും ഫിലിം ഒരുമിച്ച് കൊണ്ടുപോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ ആ ഒരു ഹോപ്പിലാണ്, ലൈക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം, ബാക്കിയെല്ലാം. പിന്നെ ലക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ടാലൻറ്റും വർക്കും നമ്മൾ വർക്ക് ചെയ്യണം, ടാലൻറ്റും വേണം, പക്ഷെ ലക്കും ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. ഒരു സമയത്ത് നടക്കണതാവില്ല നെക്സ്റ്റ് ഇയർ നടക്കുക, ചിലപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതെ. പിന്നീട് ഈ കോ ആക്ടറിനായിട്ട് പിന്നീട് കോണ്ടാക്ട് ഉണ്ടോ? ഫ്രണ്ട്സ് ഷിനോ ചേട്ടൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 2 years മുമ്പ് ഒരു ഈവെന്റിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഫാമിലി എല്ലാവരും ആളായിട്ട് സംസാരിച്ചു. 2 years മുന്നേ ഒരു ഈവെന്റിൽ കണ്ടു. പിന്നെ അങ്ങനെ കോണ്ടാക്ട് ഇല്ല. ആള് എന്തുണ്ട്, ആക്റ്റീവ് ആണ് ആള്. കാരണം കുറെ പേര് ഇപ്പൊ റീല് ക്രിയേറ്റ് ചെയ്തപ്പോ ചോദിക്കണ്ടായിരുന്നു ഇതിൽ ആക്ടർ എന്ന് വെച്ചാൽ ആ ചേട്ടൻ അന്ന് അഭിഷേക് ബച്ചന്റെ ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പാട്ട് ഹാറ്റൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇപ്പൊ കുറെ പേര് ചോദിച്ചു ആ ചേട്ടൻ എവിടെയാ. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ച ആൾക്കാർക്ക് ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം ID ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 20 years മുന്നേ എടുത്ത ഒരു ആൽബം എന്ന് പറഞ്ഞു, അന്നൊന്നും കാണാൻ ഒരേപോലെ തന്നെയാണ്. അതെന്താ അതിന്റെ ഒരു സീക്രട്ട്? അങ്ങനെ അത് സീക്രട്ട് ഒന്നുമില്ല. എന്താ ചിലപ്പോ ജീൻസ് ആയിരിക്കും. എന്റെ ഫാമിലിയിലും അങ്ങനെ എല്ലാം ലേഡീസ് എല്ലാരും ആയിരിക്കും, ജീൻസ് ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് അതിനു വേണ്ടി അങ്ങനെ ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, റെഗുലർ നമ്മൾ ഈ പ്രൊഫഷനായ കാരണം നമ്മൾ എക്സസൈസ്, ഡയറ്റ് അതൊക്കെ ഫോളോ ചെയ്യണം. അതിപ്പോ എല്ലാരും ചെയ്യണത് തന്നെയാ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോഴും ആൾക്കാർ വണ്ണാത്തിന്ന് തന്നെയാണ് വിളിക്കണത്. ഞാൻ കമന്റ്സ് നോക്കുമ്പോഴും ഇപ്പൊ വേറെ ഏതെങ്കിലും ഇങ്ങനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ അതിന്റെ താഴെ വണ്ണാത്തി വണ്ണാത്തി ആ ടാഗ് ലൈനിലാണ് ഇപ്പോഴും നമ്മൾ അറിയണത്. ചിലര് വണ്ണാത്തിയുടെ ഒരു മണ്ണാത്തിന്ന് വിളിക്കുന്നത്. മണ്ണാത്തിയല്ലേ. പിന്നെ ചിലർക്ക് പുറത്തിറങ്ങുമ്പോൾ ചായ തോന്നും, പക്ഷെ പിന്നെ കുറച്ച് നേരം നോക്കും. ഞാൻ പറഞ്ഞ പോലെ ഈ ഷോപ്സിലൊക്കെ പോകുമ്പോൾ, എസ്പെഷ്യലി ഷോപ്പിംഗ്, ഈ നമ്മുടെ കല്യാണം അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർ പാട്ട് പ്ലേ ചെയ്യും. അപ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ റിയാക്ഷൻ നമ്മൾ നോക്കൂലോ. അങ്ങനെ നോക്കുമ്പോൾ അവർക്കും മനസ്സിലായി. പിന്നെ അവരൊന്ന് സംസാരിക്കും, പരിചയപ്പെടും. ഇവിടെ മാത്രമല്ല കേട്ടോ, ലൈക്ക് ഞാൻ ഇപ്പോൾ ദുബായിലാണെങ്കിലും ഇപ്പം ആ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ ഫോർ എവർ സിസ്റ്ററായിട്ട് ഞാൻ പറയും, ഞാൻ ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ആളന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വേറെ ആരെങ്കിലും ചെയ്തേനെ ഈ ആൽബം. ആള് സുധേട്ടൻ നമ്മുടെ ഓഡിഷന് വന്നപ്പോൾ ആള് പറഞ്ഞു ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ ആദ്യം സുന്ദരിവ ഒരു ആ ആൽബത്തിലേക്കായിരുന്നു ഞാൻ പ്രൊഫൈൽ അയച്ചേ. പക്ഷെ അതിൽ ആ പോസ്റ്റ് വുമൺ ലുക്കായിരുന്നല്ലോ. അപ്പൊ ഞാൻ അയച്ചത് കുറച്ച് ഭയങ്കര മേക്കപ്പ്, ഹൈ പ്രൊഫൈൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുള്ള. അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉദയേട്ടൻ വന്ന് ഈ ഒരു ഇത് തന്നത്. പക്ഷെ അത് എന്താ പറയാ, ഇപ്പോഴും അവര് ഐഡന്റിഫൈ ചെയ്യണം തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷെ ഇവരുടെ കാണുമ്പോൾ പറയും സെയിം ഇതുപോലെ അതുപോലെ ഇനി ഇരിക്കണ കാരണം അങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ലല്ലോ അതാ കാണാൻ. കാരണം പഴയ ആ സമയത്ത് കുറെ ഇപ്പൊ ചെമ്പകമേ, ആ സുന്ദരിയുടെ തന്നെ കുറെ ഇത് വന്നിട്ടുണ്ട്. അതിൽ പല ആൾക്കാരും ഇപ്പൊ കുറെ ചേഞ്ച് വന്നു. ഇപ്പൊ ഇതിൽ ആക്ടർ തന്നെ ആണെങ്കിലും കുറെ ചേഞ്ച് ഉണ്ടല്ലോ. പക്ഷേ താങ്കൾ സ്റ്റിൽ അതേപോലെ തന്നെ ഇരിക്കുന്നു. അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായിരിക്കും പെട്ടെന്ന് ഒരു ഐഡന്റിഫിക്കേഷൻ പറ്റണത്. കണ്ണ് ഒറിജിനൽ ഫാമിലിയിലല്ല, അമ്മയ്ക്ക് അച്ഛനും ചേച്ചിക്ക് അനിയത്തിക്ക് എനിക്കും 5 പേർക്കുണ്ട്. ഓക്കെ. ഇപ്പൊ അതിനുശേഷം ദുബായിലേക്ക്, പിന്നെ ഇവിടുത്തെ ഷൂട്ടും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോയി. ദുബായിൽ തന്നെയായിരുന്നു ഞങ്ങള് ചെറുപ്പം മുതലേ. അമ്മയച്ഛനും എല്ലാവരും ദുബായിലാണ്, അച്ഛൻ അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിലേക്ക് വന്നു. ആ നാട്ടിലേക്ക് വന്ന ഗ്യാപ്പിലാണ് പിന്നെ ഈ അഡ്വർടൈസ്മെന്റ്സും ഇട അങ്ങനെയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂവിയുടെ ഞാൻ പറഞ്ഞ പോലെ മൂവിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിത്തം കംപ്ലീറ്റ് ചെയ്യാതെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് ലൈനിൽ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. മീൻസ് ഡാൻസും പാട്ടൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഫിലിമായിട്ട് ആരും കണക്റ്റഡ് അല്ല, ഒരു രീതിയിലും കണക്റ്റഡ് അല്ല. അപ്പോൾ ആ കൂടി ഹോൾ ഫാമിലി എടുക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞു എഡ്യൂക്കേഷൻ, ജോബ്, ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും വേണമല്ലോ. അപ്പോൾ ജോബ് വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ വരാണെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു.
പക്ഷെ ആ സമയത്ത് എനിക്ക് ഇഷ്ടം ലൈക്ക് ഒരുപാട് നല്ല മൂവീസിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കോസ്റ്റ്യൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ തള്ളിപ്പോവും. അപ്പൊ അനിയത്തി ചെറുതായ കാരണം അമ്മയ്ക്ക് എൻ്റെ ഒപ്പം വരാൻ പറ്റില്ല. അങ്ങനെ ഓരോരോ തടസ്സങ്ങൾ. പിന്നെ വീണ്ടും തിരിച്ച് ദുബായി പോയി ജോലി ചെയ്തു. അതിൻ്റെ ഇടയിലാണ് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഈ ടൈം വന്നപ്പോഴാണ് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് കിനാവളിയിലൂടെ വന്നത്. അങ്ങനെ വന്നത് എനിക്ക് തോന്നുന്നു കുറച്ചധികം ഈ ദുബായിലായതുകൊണ്ട് ഇവിടെ കാരണം കൂടുതലും സിനിമകൾ നടക്കുന്നത് കുറെ പോയിട്ടുണ്ട്. ദുബായിലായതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റീലൊക്കേറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ കൊച്ചി ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആക്ച്വലി ഞാൻ ലാസ്റ്റ് ഇയർ മൂവ് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ എനിക്ക് അവിടെ കുറച്ച് വർക്കിന്റെ കമ്മിറ്റ്മെന്റ്സ് ഉള്ള കാരണം നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഇതുപോലെ ഇന്റർവ്യൂ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും. പിന്നെ ഒരു ദിവസത്തെ ഇന്റർവ്യൂവിന് വേണ്ടി നമുക്ക് ഓടി വരാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഷൂട്ട്സ് ആയാലും ഒരുപാട് പേര് അബ്രോഡ് ആയ കാരണം ലൈക്ക് ട്രാവൽ എക്സ്പെൻസ് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഒരു മൂവി ആകുമ്പോൾ. പിന്നെ ഷെഡ്യൂൾ ഷൂട്ട്സ് ആണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഡ്രീം ഇതായത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റീലൊക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ദുബായ് കഴിഞ്ഞു. ഞാൻ നാട്ടിലാണ്. കൂടുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടും മാനേജ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്നേ പറ്റൂ. അപ്പൊ പിന്നെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. ആ ആൽബത്തില് ഏറ്റവും ഹൈലൈറ്റ് വേറൊരു കാര്യമാണ് ഇതുപോലെ എന്താ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ ടിപ്പ് റോസാപ്പൂ. അതെ, അതായത് അപ്പൊ ആ ടൈമില് ഒരുപാട് ഈ കപ്പിൾസ് ഒക്കെ ഈ പാട്ട് ഇൻസ്പയർ ചെയ്തിട്ട് റോസാപ്പൂ അയച്ചു. എനിക്ക് മെയിൽ വഴി ഒരു റോസാപ്പൂ കിട്ടിയിട്ടുണ്ട്. അത് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത്. പക്ഷെ പിള്ളേർ അയച്ചിരുന്നത് ചെറിയ കുട്ടികൾ എന്തോ ചേച്ചി എനിക്ക് പാട്ട് ഇഷ്ടമായി. അപ്പൊ അതിൽ ഈ റോസ് നമ്മളിങ്ങനെ വയ്ക്കണ്ടല്ലോ, പോട്ടിൽ വെക്കണ്ടല്ലോ. അപ്പൊ അതിൽ ഇതിന്റെ ആ ലെറ്റർ അതിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അതുപോലെ ചേച്ചി കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, പക്ഷെ അത് വളർന്നു വരുന്നില്ല എന്നൊക്കെ പറയുള്ളൂ. പാട്ടിൽ നമ്മളങ്ങനെ കാണിക്കണതാണ്. പക്ഷെ അപ്പൊ ഈ പാട്ട് എന്താ വെച്ചാൽ ഈ കപ്പിൾസിനൊക്കെ ഭയങ്കര ഈ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഈ മ്യൂസിക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് റോസ് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ടത്. അപ്പൊ അതിന്റെ ഈ ഒരു ക്യാപ്ഷൻ ഭയങ്കര നല്ല ഹൈലൈറ്റഡ് ക്യാപ്ഷനാണ്. ടിപ്പ് റോസ് കിട്ടിയത്. ഞാൻ അത് ചോദിക്കാൻ വരുമായിരുന്നു. കാരണം ആ സോങ് ഹിറ്റായ പോലെ തന്നെ ഹിറ്റായതാണല്ലോ അതിലെ ആക്ട്രസും. അപ്പൊ ആ സമയത്ത് ഒരുപാട് ഫാൻസ് വന്ന് കാണും. ഇന്നാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതിലൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് കോണ്ടാക്ട് ചെയ്യാം. അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ആൾക്കാർ ആ ഒരു ക്രഷ് പ്രകടിപ്പിച്ചത്? ലെറ്റേഴ്സ് അയക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഞാൻ പഠിച്ചത് നാട്ടിൽ കോളേജൊക്കെ ഇവിടെ ആയിരുന്നല്ലോ. അപ്പൊ ബസ്സിൽ ഫോളോ ചെയ്യും. പിന്നെ പാട്ട് വയ്ക്കുമ്പോൾ ഓൾറെഡി ബസ്സിൽ ആൾക്കാരുണ്ട്. അങ്ങനെ കൂടുതലൊന്നും ലെറ്റേഴ്സ് ആണ്. എല്ലാരും ഇമെയിൽ മറ്റേ അന്ന് ഓർക്കുട്ട് എന്തോ ഉണ്ടായിരുന്നു, ആക്റ്റീവ് അല്ല. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ലെറ്റേഴ്സ് ചിലർ വീട്ടിൽ വന്ന ലെറ്റർ ഡ്രോപ്പ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതൊക്കെ ആയിരിക്കും, ലെറ്റേഴ്സ്. ആ ഒരു അത് സംഭവം. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്ന കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ആർക്കും ടൈം ഇല്ലല്ലോ, ലൈക്ക് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും. നമ്മൾ അന്നത്തത് ആലോചിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് CDs, DVD, കാസറ്റ്സ് ഇതിനൊക്കെ ഈവൻ ചാനൽസിന് വരെ കൂടുതലും പാട്ടുകൾ കേൾക്കണം നമ്മുടെ ചാനൽസ് വഴി. ഇപ്പൊ പക്ഷെ എല്ലാം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. ടി വി കാണില്ല, നമുക്ക് ആരോടും മിണ്ടാനും സമയമില്ല. ആ ഒരു എന്താ പറയാ എല്ലാ ഫ്രണ്ട്ഷിപ്പ് വരെ ഇപ്പൊ എല്ലാവരുടെയും മാറി കഴിയണത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. പിന്നെ അതൊരു വേറൊരു അതാണ് എല്ലാവരും നൊസ്റ്റാൾജിയ എന്ന് പറയണത്. കാരണം സ്കൂൾ കഴിഞ്ഞ് വന്ന് നമ്മളെല്ലാരും സ്കൂൾ കഴിഞ്ഞ് വന്ന് എനിക്ക് ഓർമ്മയുണ്ട് 4-5 മണിയാകുമ്പോ അത് വേറെ കുറെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ ഒരുപാട് ആൽബംസ് ഉണ്ട്. അപ്പൊ അതൊരു വേറൊരു ഫീലാണ്. ഒരു മഴയും ചായയൊക്കെ ആയിട്ട് ഈ പാട്ട് കേൾക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീൽ. അതാണ് ഇപ്പോഴും എല്ലാവർക്കും ആ ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 90s കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ ഈ ഒരു. ഓക്കെ, എന്തായാലും ഡാൻസർ ആണല്ലോ. അപ്പൊ ചെറിയൊരു ടാസ്ക് തരാം. അയ്യോ, ഡാൻസ് കളിക്കാനൊന്നും അല്ല, തൽക്കാലം ഇപ്പൊ എക്സ്പ്രഷൻസ് കാണിച്ചാൽ മതി. എന്റെ ദൈവമേ, എന്താ കാണിക്കണ്ടേ? നവരസം. എല്ലാ ഡാൻസേഴ്സും പറയും നവരസം കൊടുക്കും. പക്ഷെ എനിക്ക് നവരസം അതെന്താ സംഭവം? നവരസം 9 രസങ്ങള് എന്നെ കൊണ്ട് കൂടുതൽ ചോദിപ്പിക്കരുത്. ഞാൻ വേണമെങ്കിൽ പിന്നെ ഒന്ന് ഡാൻസ് കളിച്ചു തരാം. പക്ഷെ എക്സ്പ്രഷൻ കാണിച്ചാൽ മതി. എന്ത് എക്സ്പ്രഷനാണ്? നവരസങ്ങൾ എല്ലാ നവരസം ഓരോന്ന് പറയാം വേണോ? ഓക്കെ, തൽക്കാലം 2 എക്സ്പ്രഷൻസ്. എനിക്ക് അതാ കാണാൻ താല്പര്യം. ശൃംഗാരം എന്ന് പറഞ്ഞ നാണാണോ? നാണല്ലേ? പോരെ,
ഇത് മോഹിനിയാട്ടം കേട്ടോ. മോഹിനിയാട്ടം ശൃംഗാര കാണിച്ചത് ശൃംഗാരമായിട്ട് വന്നോന്ന് എനിക്കറിയില്ല. മോഹിനിയാട്ടത്തില് നമ്മളിങ്ങനെ പുരുകൊക്കെ കാട്ടി ചെയ്യണതാണ് ശൃംഗാരം. ഇനി എന്താ വേണ്ടേ? ഇനി ഹാസ്യം വേറെ കാണിക്കാം. ഹാസ്യപ്പ് ഞാൻ നേരത്തെ ചെയ്യണം. അത്ഭുതം എന്താ? അത്ഭുതം. പിന്നെന്താ? ശാന്തം. ശാന്തം എന്ന് പറഞ്ഞ ശാന്തം. ശാന്തം. പിന്നെ കരുണം. കരുണം അത് ഞാൻ മുദ്ര ഇടണമെന്ന് വെച്ചാ ഡാൻസിന്റെ ഇതിലാട്ടാ. കള്ളം. രൗദ്രം. രൗദ്രം. ഓക്കെ. ഇത് മാറും, അതായത് സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ നമ്മള് റിയൽ ലൈഫ് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫിലിമിലാണെങ്കിൽ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, ഓവർ ആക്ടിങ്ങിന് അവാർഡ് കിട്ടും. പക്ഷെ ഇത് ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ നമ്മളൊരു കഥ എക്സ്പ്രസ് ചെയ്യില്ലേ, പറഞ്ഞ പോലെ രാമായണോ കൃഷ്ണന്റെ കഥ പറയുമ്പോ വരുന്ന എക്സ്പ്രഷനാണ് ഞാൻ കാണിച്ചത്. ഇപ്പൊ സിനിമയിലൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒക്കെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ. ഈ ഇൻസ്റ്റഗ്രാം ഇപ്പൊ നമ്മള് ഇപ്പൊ ഇത്രയും നാൾക്ക് ശേഷം പിന്നീട് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഒക്കെ വന്നല്ലോ, അപ്പൊ അതിൽ അക്കൗണ്ട് ഒക്കെ എടുക്കുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ ആളുകളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ മറ്റേ ആൽബത്തിലെ കുട്ടികളെന്നൊക്കെ പറഞ്ഞു? അങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് മെസ്സേജസ് ഉണ്ടോ? ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമാണ് മെയിൻ, ഫേസ്ബുക്കിൽ വലിയ ആക്റ്റീവ് അല്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും എന്താ വൺസ് അപ്പോൺ എ ടൈം യു ആർ മൈ ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമിക്കാൻ പഠിപ്പിച്ച ആക്ട്രസ് ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇട്ട. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ മേഘയുടെ കല്യാണത്തിന് പോയപ്പോ അജ്മൽ ഫോട്ടോഗ്രാഫർ അവര് ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് വണ്ണാത്തി അപ്പോഴാണ് ഇത് റീച്ചായി വന്ന്. അപ്പൊ ഒരുപാട് പേര് ഞങ്ങൾ പ്രേമിക്കാൻ പഠിപ്പിച്ചതാണ്. ബ്രേക്കപ്പ് സമയത്ത് ആശ്വാസം തന്ന പാട്ടാണ്. റോസാപ്പൂ വെയിട്രസ് ആണല്ലോ അതില്. അപ്പൊ ചായ കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് നല്ല നല്ല അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. എന്താ വെച്ചാൽ ഇപ്പോഴും എല്ലാരും അത് പറയണ്ടല്ലോ, അങ്ങനെ ഇപ്പോഴും മെസ്സേജ് വരാറുണ്ട്. ഓക്കെ. ഇതുവരെ മറക്കാതെ എന്തെങ്കിലും ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടോ വാലന്റൈൻസ് ഡേക്ക്? വാലന്റൈൻസ് ഡേക്ക് ഈ പാട്ടിറങ്ങിയ സമയത്താണ് ഒരു വലിയൊരു കാർഡ്, എത്രയും വലിയൊരു കാർഡ്. ഒരു പയ്യൻ, എനിക്ക് തോന്നുന്നു ഞാൻ ട്യൂഷന് പോണ സമയത്ത് ഒരു ആള് ചെരുപ്പൊന്നും ഇടാതെ ബസ്സും കയറി എന്നെ ഫോളോ ചെയ്ത് നമ്മുടെ വീട് വരെ എത്തി. അവസാനം നമ്മുടെ വീട്ടിലേക്ക് വരാൻ ധൈര്യമില്ലാത്ത കാരണം അപ്പുറത്തെ വീട്ടിൽ പോയി കാർഡ് കൊടുത്തു. അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി പ്രായത്തിൽ ഞാൻ ചേച്ചി കാർഡ് കിട്ടിയതിന്റെ പേടിയിൽ ആളുടെ ഹസ്ബൻഡൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഇല്ലത് ആ വീട്ടിലത്തെ കുട്ടിക്ക് കൊടുക്കാളെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കാർഡ്, അതിൻ്റെ ഉള്ളിൽ റോസാപ്പൂ വെച്ചിട്ട് ഈ ജന്മം നിനക്കുള്ളതാണെന്നൊക്കെ ആള് പാവ. എന്നിട്ട് അമ്മ പോയി പറഞ്ഞു മോനെ ചെറുപ്പല്ലേ, അങ്ങനെ പറ്റില്ല, എനിക്ക് ഈ പാട്ടിലുള്ള കുട്ടീനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും ഇൻസ്റ്റയിൽ അയക്കുന്നുണ്ട്, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അയക്കുന്നുണ്ട്. പക്ഷെ ഈ കാർഡ് കിട്ടിയ എനിക്ക് ഫേസ് ഓർമ്മയുണ്ട്, പക്ഷെ ആരാന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഒരാള് കോളേജിലേക്ക് ഡെയിലി ബസ് ഫോളോ ചെയ്ത് വരും. ബസ്സിൽ കയറും, എന്റെ കോളേജ് സ്റ്റോപ്പ് ആകുമ്പോൾ ഇവിടെ ഇറങ്ങും, അടുത്ത ബസ് പിടിച്ച് പോകും. ഇത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പൊ ചേച്ചിയും ഞാനും ഒരേ കോളേജിലായിരുന്നു. ചേച്ചി പറഞ്ഞു ഇങ്ങനെ ആരും ഫോളോ ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു വായിക്കോ, നമ്മളെ ഉപദ്രവിക്കാത്ത രീതിയിൽ ആണെങ്കിൽ ആള് കയറി ആളിറങ്ങിക്കോട്ടെ ബസ്. പിന്നെയാണ് ഒരു ദിവസം ആള് കാണാണ്ടായി. അപ്പോഴാണ് ലൈക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇടപെട്ട് അവരോട് സംസാരിച്ചു, നടക്കണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാ. അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ്. പാവല്ലേ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ. എനിക്ക് ആ ആള് എന്താ പേര് ഓർമ്മയില്ല, പക്ഷെ ലൈക്ക് ആളുടെ ഫേസ് ഓർമ്മയുണ്ട്. പക്ഷെ ആളാ അടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, ലൈക്ക് സത്യം വലിയൊരു കാർഡ് മേടിക്കണല്ലേ, ഇത്രയും ട്രാവൽ ചെയ്ത് വന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ആ ആന്റിക്ക് കാർഡ് കൊടുത്ത് ഇപ്പുറത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു എഫേർട്ടിന് നമ്മള് എന്തായാലും ഞാൻ ഓണം സ്പെഷ്യൽ ഒരു ഗെയിം തരാം. ഒരു ചാലഞ്ച് ഗെയിമാണ്. സോപ്പ് വേഴ്സസ് സ്വീറ്റ് എന്നാണ് ഗെയിമിന്റെ പേര്. സോപ്പ് വേഴ്സസ് സ്വീറ്റ്. ആ, ഞാൻ കയ്യിലൊരു സോപ്പും തരും, ഒരു സ്വീറ്റും തരും. കഴിക്കാൻ പറയോ? സ്പീഡിൽ പറയും. അപ്പൊ സ്വീറ്റ് എന്ന് പറയുമ്പോ സ്വീറ്റ്
കഴിക്കണം. സോപ്പ് ഒഴിക്കും എന്നിട്ട് എനിക്ക് വല്ല സോപ്പ് കഴിക്കരുത്. നമ്മളിങ്ങനെ സ്വീറ്റ് സോപ്പ് എന്ന് മാറി പറയും. സ്വീറ്റ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് വായിൽ വെക്കാം, സോപ്പ് എന്ന് പറയുമ്പോൾ സോപ്പ് കാണിക്കാം. പക്ഷെ സോപ്പ് വായിൽ വെച്ചാൽ ഔട്ടോ. ഓക്കെ ഓക്കെ. ആ സോപ്പ് സ്മെല് ചെയ്യണം, സ്വീറ്റ് വായിൽ വെക്കണം. സോപ്പ് കഴിച്ചിട്ട് ഇൻസ്റ്റഗ്രാം റീൽസിൽ കണ്ടിട്ട് ഈ ഗെയിം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ആർക്ക് കൊടുക്കുന്നു. കറക്റ്റ് കിട്ടി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോപ്പ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സോപ്പ് സോപ്പ് സ്വീറ്റ് 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 സോപ്പ് സോപ്പ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ് സോപ്പ് സോപ്പ്. ഇതിനറിയാട്ടോ, അങ്ങനെ തോൽപ്പിക്കാൻ നല്ല കോൺസെൻട്രേഷൻ. ഓക്കെ റെഡി. എനിക്ക് ഇത്ര കോൺസെൻട്രേഷൻ ഇല്ല. ഫോക്കസ് ചെയ്യണം, ഫോക്കസ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട്. 1 2 3 സോപ്പ് സ്വീറ്റ് സ്വീറ്റ്. എനിക്ക് ഇത്ര കോൺസെൻട്രേഷൻ ഇല്ല. ഫോക്കസ് ചെയ്യണം. താഴെ വണ്ണത്ത് ജയിച്ചിരിക്കുന്നു. ഒന്നുകൂടി വേണം. ഓക്കെ, ഒരു ചാൻസ് കൂടി തരാം. ഓക്കെ, സ്വീറ്റ് സോപ്പ് 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 സ്വീറ്റ് സ്വീറ്റ് സോപ്പ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ് പോയി ഇത് കുറെ ഇത് ഇത് ആക്ച്വലി ഇത് കോൺസെൻട്രേഷന്റെ ഗെയിമാണ്. എനിക്ക് ലൈഫിൽ ഇല്ലാത്തൊരു സാധനം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറൊരു പണി തരാം. ഇത് പണി കൊടുക്കുന്നത് ഞാനാണെങ്കിലും കിട്ടുന്നത് ഇതൊരു ബിസ്ക്കറ്റ് ചാലഞ്ചാണ്. ഞങ്ങളൊരു ബിസ്ക്കറ്റ് തരും, അതിങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കഴിക്കണം. മുഖത്ത് വെച്ചിട്ട് കടിച്ച് കഴിക്കണം. മുഖത്ത് വെക്ക അല്ലെ, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ താഴെ പോവാതെ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ട് വായിൽ വെച്ച് കഴിച്ചു തിന്നാ. കൈ തൊടാൻ പാടില്ല. മൈ ഗോഡ്. ഓക്കെ, ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട്. എന്താ ചെയ്യുന്ന? കൈ തൊടാൻ പാടില്ല. കിട്ടില്ല, അത് ചെയ്ത് നോക്കിയാ മസ്താനി ഇത് കിട്ടിയ ഇതിപ്പോ മൂക്കത്ത് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒന്നുകൂടി നോക്കും. മൂക്കത്താ പറ്റില്ല. പൂവും ഇപ്പം വണ്ണാത്തിയാണ് 1 പോയിന്റ് മുന്നേ നിൽക്കുന്നത്. ലാസ്റ്റ് ഗെയിം. ഈ ഗെയിമിൽ 0-0. ലാസ്റ്റ് ഗെയിം. ഇതൊരു ഗ്ലാസ് ചലഞ്ചാണ്. നമ്മളിവിടെ ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെക്കും, എന്നിട്ട് കണ്ണ് കിട്ടും. അപ്പൊ ക്രിസ് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊക്കെ പോണതിന് നാഗവല്ലിയുടെ മ്യൂസിക് ഒക്കെ ആ മ്യൂസിക് ഇടാൻ വേണ്ടിട്ടോ. അതും കോമഡിയാ. നോക്കാം. അപ്പൊ അത് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് കയറും. അതെ, പൂക്കണ്ട് അടയ്ക്കണം. ഇതാക്കണേ, കാണരുത്. ആണോ? സെറ്റ്. ഒരോടും കേട്ടാ ഊരി പോയാലോ? കാണണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Come on. പോയിക്കോളൂ. പോട്ടെ, വണ്ടി പോട്ടെ. തൊട്ടിടരുത്. അങ്ങനെ പോട്ടെ. പോയിട്ടില്ല. ഇല്ല പോ. കണ്ടിന്യൂ. പോയി 1 2 3 4 5 6ാമത്തെ കപ്പിൽ പോയോ? ഓക്കെ, താങ്ക് യു. കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയും. ടൈറ്റ് ഉണ്ടോ? കുറച്ചുകൂടി ടൈറ്റ് ആയിക്കോ. ഓക്കെ. ചിരിക്കരുത്. കോമഡി ആവരുത്. ഇല്ല വെക്കോ. ഓക്കെ, തെറ്റരുത്. ഓക്കെ കറക്റ്റാ. ചിരിക്കരുത്. എനിക്ക് കോൺസെൻട്രേഷൻ. ഇത് ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നേക്കാം. ഒരിക്കലല്ലോ കോൺസെൻട്രേറ്റ്. മറ്റേ ഡ്രസ് വേണമെങ്കിൽ ബാക്കിൽ ചേട്ടൻ പറയണത് എന്നെ ചിരിക്കരുത്, എനിക്ക് ഫോക്കസ് കിട്ടണ. പോയാ? ഇല്ല കറക്റ്റ്. വഴി തെറ്റി പോണില്ലല്ലോ. ഇല്ല,
ക്യാമറ ഉണ്ട് കേട്ടോ ഫ്രണ്ടില്. പറയണട്ടാ. ഓ പോയാ കഴിഞ്ഞോ? ഇല്ല ഇല്ല. ഓക്കെ പൊക്കോ. നിങ്ങൾ തമാശ. അല്ല ഓക്കെ, 2 കൂടെ ഉള്ളൂ. ശരിക്കും ആ ആ വയറല്ലേ? പക്ഷെ കറക്റ്റ് ആയിട്ട് ചെയ്തു. ഇല്ലില്ല, അവിടെ വരെ പോയി. പിന്നെ ഞാൻ കറക്റ്റ് ആയിരുന്നു. ഞങ്ങൾ നോക്കുമ്പോ അങ്ങ് പോവാ. അപ്പൊ പിന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഫൈനലി വണ്ണാത്തി ജയിച്ചിരിക്കുന്നു. ആ ബിസ്ക്കറ്റിന്റെ പകരം പായസത്തിന്റെ ചലഞ്ചാണ്. 3 പോയിന്റോടുകൂടി പാസ്സാവരും. ഇനി നമുക്ക് ലാസ്റ്റ് ഗെയിമിലേക്ക് പോകാം. ഓക്കെ, സുന്ദരിക്ക് ഫോട്ടോ അവിടെ. ഓക്കെ ഓക്കെ, സുന്ദരിയുടെ ഫോട്ടോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം സുന്ദരിക്ക് പൊട്ടു തൊടാൻ. ഇതാണ് സുന്ദരി. ഈ സുന്ദരിയുടെ ഫോട്ടോയാണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. ഇതിലും ഞാൻ തന്നെയാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇദ്ദേഹം ഞാൻ ചെയ്യുമ്പോൾ ട്രിക്ക് മനസ്സിലാവും, എങ്ങനെ അങ്ങനെ ചെയ്യരുതെന്ന്. നോക്കിയാലും കിട്ടില്ല, കാരണം ചെരിഞ്ഞിരിക്കുന്ന ഫോട്ടോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ. മീൻസ് ഫോട്ടോ തന്നെ ചെരിഞ്ഞിരിക്കുക ഭയങ്കര കഷ്ടപ്പാടാണ്. ഇത് കിട്ടുന്ന ആൾക്കാര് പൊട്ടെവിടെ. ഓക്കെ, കെട്ടിക്കോളൂ. പറയണം. ഓക്കെ, ഒരു വട്ടം വരെ. ഒരു വട്ടം മതി. കാണണ്ടോ? ഇല്ല ഉണ്ട്. ഇല്ല. ഓ കറക്കണോ? മൈ ഗോഡ്. ഒരു വട്ടം എവിടെ? ഓക്കെ, ഇത് ഫോട്ടോടെ. അത് തന്നെ. ഫോട്ടോ കിട്ടി. കിട്ടി കിട്ടി. ഹായ് സുന്ദരി. കറക്റ്റ് ഇടണം. ഞാൻ നേരത്തെ ഒരു അളവൊക്കെ എടുത്തായിരുന്നു. പൊട്ടി കൈ പിടിക്കും. ബ്രില്യന്റ് ബ്രില്യന്റ് മൂവ്. ഇതല്ലേ സ്റ്റാർട്ടിങ്? മൂക്കായിരിക്കല്ലേ? എനിക്കറിയാം. അല്ല, ഇത്രയും ഇവിടെ എനിക്ക് ശരിക്കൊരു മോളുണ്ട് ഇവിടെ. കറക്റ്റ് അവിടെ നോക്കി പറഞ്ഞ തന്നിട്ടുണ്ട്. ഇവിടെ ഇല്ലേ? ശരിയാ, അല്ലെങ്കിൽ ഇവിടെ കണ്ണ് കിട്ടിയാലുണ്ടല്ലോ കണ്ണിട്ടൂല. ഇവിടെ പൊട്ടിട്ട കണ്ണിട്ടൂല. കറക്റ്റ് മെഷർമെന്റ് എടുത്ത് പോയതാട്ടോ. ഞാനും എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ഞാൻ മൂക്കത്തരിന്റെ ഫോട്ടോ പൊട്ടിപ്പോയി. ഓക്കെ ഓക്കെ ഓക്കെ, തിരിക്കണം. തിരിക്കണ്ടേ? ഓക്കെ ഓക്കെ, ഫോട്ടോ കാണിച്ച. ഓ, ഐ ആം വെരി ബ്രില്യന്റ്. ഇത് ഫുൾ അളവെടുത്തിട്ടുണ്ട് കേട്ടോ. കൊറേ നേരമായിട്ട് ഈ ഫോട്ടോയുടെ പരിസരത്തൊന്നും മാറിയിട്ടില്ല. എന്റെ ഇതാണോ എന്റെ കാൽക്കുലേഷൻ തെറ്റി ഫോട്ടോ അടിയിൽ വിട്ടു. ഇവിടുന്ന് ഒരു വളവുണ്ട്. കിട്ടി? ഇതാണോ? ഏകദേശം കണ്ടാ, ഞാൻ അതാ പറഞ്ഞേ കൊറേ നേരം എനിക്കറിയാം. എന്നാലും ഒരു തരൂ നോക്കട്ടെ. അപ്പൊ മസ്താനിക്കാണല്ലേ കുറച്ച് ക്ലോസ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആർക്കും പോയിന്റ് കിട്ടിയില്ല. പക്ഷെ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഓണം ഗെയിംസ് അവസാനിച്ചിരിക്കും. അടിപൊളിയായിരുന്നു. ഏറ്റവും ആ ബിസ്ക്കറ്റ് ഒന്നുകൂടി ട്രൈ ചെയ്യണോ? ഒരു വട്ടം കൂടി ആരെങ്കിലും ട്രൈ ചെയ്യിച്ചാലോ? ഇവരാരെങ്കിലും ട്രൈ അതെ, അത് ഭയങ്കര കഷ്ടപ്പാടാണ്. അത് നമ്മൾ കുറെ എക്സ്പ്രഷൻ ഇട്ടിട്ട് വേണം. അതെ, നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ നാളെ നമ്മൾ സ്റ്റിക്കേഴ്സ് ആയിട്ട് വരും. അതുകൊണ്ട് ഇട്ടില്ല.